ഇന്ന് സെപ്റ്റംബർ 25 ലോക ശ്വാസകോശ ദിനം. ഈ ലോക ശ്വാസകോശ ദിനത്തിൻ്റെ ഭാഗമായി KM ചെറിയാൻ ഹോസ്പിറ്റലിൽ റെസ്പിറേറ്ററി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ആരോഗ്യകരമായ ശ്വാസകോശം ആരോഗ്യകരമായ ജീവിതം എന്ന ടോപ്പിക്കിനെ പറ്റി ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഞാൻ ഡോക്ടർ ലിബിൻ. ഞാൻ ഡോക്ടർ ദിവ്യ മേരി എലിയാസ്. ഞാൻ ഡോക്ടർ വിന്നി എലിസബത്ത് ജോസ്. ഹെൽത്തി ലങ്സ് ഹെൽത്തി ലൈഫ് എന്നുള്ളതാണ് ഈ വർഷത്തെ വേൾഡ് ലങ് ഡേയുടെ തീം. ഇന്ന് വർദ്ധിച്ചു വരുന്ന ശ്വാസകോശ രോഗങ്ങളാണ് ആസ്മ, COPD അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ശ്വാസകോശ അർബുദം, അതുപോലെ തന്നെ ക്ഷയരോഗം. ഇന്നത്തെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഏകദേശം 300 ദശലക്ഷം ആളുകളിൽ ആസ്മ, COPD അസുഖങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. ഏകദേശം 10 ദശലക്ഷം ആളുകളിൽ ക്ഷയരോഗവും അതുപോലെ തന്നെ 1.5 ദശലക്ഷം ആളുകൾ ലങ് ക്യാൻസർ മുഖേന മരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ കണക്കുകൾ പ്രകാരം ഇത്രയും അധികം കോമൺ ആയിട്ടുള്ള ആസ്മ അതുപോലെ തന്നെ COPD അസുഖങ്ങൾ ഇത് പൊതുസമൂഹത്തിനെ അറിയിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ രോഗലക്ഷണങ്ങളൊന്ന് പറയാമോ? പൊതുവെ ആൾക്കാരിൽ നമ്മളിപ്പം ആസ്മ, COPD അതൊരു ഭയചകിതമായ ഒരു ഇതായിട്ടാണ് ആൾക്കാർ കാണിക്കുന്നത്. ചുമ, അത് ഓവർ ദ കൗണ്ടർ പോപ്പിയിൽ പോയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് OPയിൽ അല്ലേ. കഫ് സിറപ്പ് കഴിക്കുന്നു, ആൻറ്റിബയോട്ടിക് കണ്ടിന്യൂസ് കഴിക്കുന്നു. പക്ഷേ അതിൻ്റെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഇതൊക്കെ കൺട്രോൾ ചെയ്യാമെന്നുള്ളൊരു അവയർനെസ് ശരിക്കും ഇപ്പോൾ പോലും ആളുകളിലോട്ട് എത്തിയിട്ടില്ല. അത്രയും നീണ്ടു നിൽക്കുന്ന ചുമ, അതായത് കയറി ഇറങ്ങിയും കാലാവസ്ഥ ചേഞ്ച് കൊണ്ടും വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടും അല്ലെങ്കിൽ തണുപ്പടിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ സീസണൽ ചേഞ്ചസ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ചുമ, നെഞ്ചിൻ്റെ ഒരു ഹെവിനെസ്, ചെസ്റ്റിലൊരു ടൈറ്റ്നെസ് പോലെ തോന്നുന്നത്, ഇടയ്ക്കിടയ്ക്ക് വീസിങ്, എസ്പെഷ്യലി രാത്രിയിൽ കൂടുതലായിട്ട് ഏർലി മോർണിംഗ്സിൽ വരുന്ന വീസിങ്, ചിലപ്പം ശ്വാസം മുട്ടലും. ഈ 4 സിംറ്റംസ് പല ടൈംസിൽ അതിൻ്റെ ഫ്രീക്വൻസിയിലും ഇൻറ്റൻസിറ്റിയിലും ഡിഫറൻസിൽ പല പ്രാവശ്യം വന്നും പോയിരിക്കുന്ന ഒരിത് ആസ്മയുടെ ലക്ഷണമാണെന്ന് പലപ്പോഴും ആൾക്കാരത് അംഗീകരിക്കാൻ അവർ തയ്യാറാവുന്നില്ല. കാരണം ആസ്മ എന്നൊരു വാക്കിന് ഒരു 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 സോഷ്യൽ സ്റ്റിഗ്മ ഉള്ള പോലാണ് നമ്മുടെ ഇടയിൽ ആൾക്കാർ കണക്കാക്കുന്നത്. സോ അത് ആസ്മ ആണെന്നുള്ളതും അതുപോലെ അത് ചികിത്സിച്ച ഭേദമാകുമെന്നുള്ളതും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതും ആൾക്കാരെ ബോധവൽക്കരിക്കേണ്ട. നമ്മളെപ്പോഴും OPയിൽ എല്ലാ പേഷ്യൻസിനോടും പറയുന്നതാണ്. പക്ഷേ അടുത്ത OP വിസിറ്റിന് വരുമ്പം ബെറ്ററായി, ഞങ്ങൾ നിർത്തി എന്ന രീതിയിലുള്ള ഒരു ഇതാണ് പേഷ്യൻസ് പറയുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ മാറിയും മറിഞ്ഞും ഓരോ ട്രിഗേഴ്സ് അനുസരിച്ച് വരുമ്പം അത് ആസ്മയാണെന്ന് മനസ്സിലാക്കാൻ ഐ തിങ്ക് നമ്മൾ OPയിൽ വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ ഡോക്ടേഴ്സ് കുറച്ച് സമയം കൊടുത്താണെങ്കിലും നമ്മൾ പറയണം. അതുപോലെ അത് കൺവിൻസ്ഡ് ആവാൻ, നമ്മളെ വിശ്വസിക്കാനായിട്ട് അവർക്കൊരു എന്താ പറയുക, ആ ഒരു മീഡിയ ഉണ്ടാവണം, ആ ഒരു ബന്ധം നമ്മൾ പേഷ്യൻസുമായിട്ട് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ ഇതിപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം പേഷ്യൻസിന്. പ്രിവെൻറ്റീവ് മീൻസ് ബേസിക്കലി നമ്മൾ ഇത് എന്ത് കാരണങ്ങൾ ഉണ്ടാകുന്നു അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, എന്നാലും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ ലോകം മുഴുവനുള്ള പ്രധാനപ്പെട്ട കാരണം സ്മോക്കിംഗ് തന്നെയാണ്. പുകവലിയാണ് ഈ ശ്വാസതടസ്സം രോഗങ്ങൾ ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പം അത് വീട്ടിലുള്ളവർക്കും വലിക്കുന്ന ആൾക്കും അത് പ്രശ്നമാണ്. അപ്പം ഏറ്റവും ആദ്യമേ അത് നമ്മൾ ഫസ്റ്റ് കൺട്രോൾ ചെയ്യണം. പിന്നെ നമ്മുടെ വാഹനങ്ങളിൽ വന്ന പുക, അതുപോലെ ഈ ഒരു പ്രത്യേകതരം ജോലി ചെയ്യുന്ന ആൾക്കാർ, ഈ പ്രത്യേകിച്ച് ക്വാറിയിൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക്, കാർപ്പൻറ്റേഴ്സ്, അവരൊക്കെ അവരുടെ ജോലിയിൽ പൊടി എടുക്കാതെ കൂടുതൽ മുൻകരുതൽ എടുക്കണം. നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പുക. അതായത് വീട്ടിൽ നേരത്തെ വിറകിൻ്റെ അടുപ്പ് ഉപയോഗിക്കും. ഈ പരിസരത്ത് തന്നെ, നമ്മുടെ ചെങ്ങന്നൂർ പരിസരത്ത് തന്നെ ഒത്തിരി വീടുകളിൽ പുളി ഇങ്ങനെ പോയിക്കുന്ന ഒരു പ്രശ്നമാണ്. പുളി പോയിച്ചിട്ട് പേഷ്യന്റ് ശ്വാസം വരുന്നത്. പക്ഷെ പുളി പോയിച്ചുകൊണ്ടാണെന്നുള്ളത് ആരും സമ്മതിക്കത്തുമില്ല. അങ്ങനെ വീട്ടിൽ നിന്നും നമുക്ക് പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ മോൾസ്, നമ്മുടെ ഈ നനഞ്ഞ ടാപ്പിൻ്റെ അടിയിലും നനഞ്ഞ ഭിത്തിയിലൊക്കെ കണ്ടുവരുന്ന ഫംഗസുകൾ, ഇതെല്ലാം നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാക്കാൻ. ഇതെല്ലാം ഒരുമിച്ച് പ്രിവെൻറ്റ് ചെയ്താൽ ഈ ശ്വാസതടസ്സ രോഗങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ രോഗലക്ഷണങ്ങൾ കൃത്യസമയത്ത് തിരിച്ചറിയാം, ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിലിടുക, ആ രോഗത്തിന്റെ ചികിത്സ തുടങ്ങുകയും അതിനൊരു ഫോളോ അപ്പും തുടർച്ചയായി കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യം. അതുപോലെ തന്നെ രോഗം ഏത് സ്റ്റേജിൽ നിൽക്കുന്നു, ആ രോഗത്തെ പറ്റിയുള്ള കൂടുതൽ അറിവ് ഒരു ഡോക്ടറിലൂടെ രോഗിക്ക് ലഭിക്കുകയും അതുവഴി രോഗം നിയന്ത്രിക്കാൻ അവരെ സഹായമാകുന്ന ട്രിഗേഴ്സ് ഒഴിവാക്കുക. നിർമ്മൽ പറഞ്ഞ പോലെ സ്മോക്കിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർക്ക് അതിനുള്ള സെസേഷൻ ടെക്നിക്സ് അഡ്വൈസ് ചെയ്യുക. പിന്നെ ഒരു
ബാക്കി വാക്സിനേഷൻസ് പ്രോപ്പർ ടൈമിൽ എടുക്കുക, ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവരിൽ ഉണ്ടാകുന്ന ന്യൂമോണിയ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷനും ICU അഡ്മിഷനും ഒക്കെ ആവാൻ സാധ്യതയുള്ളത് കാരണം പ്രോപ്പർ വാക്സിനേഷൻസും അസുഖം മുന്നോട്ട് എക്സാസർബേറ്റ് ചെയ്യാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വളരെയധികം സഹായകമാണ്. എനിക്ക് തോന്നുന്നു കോവിഡ് കാലഘട്ടത്തിൽ ഈ എല്ലാവരും മാസ്ക് കൃത്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അധികം ഫ്ലെയറപ്സും എക്സസർബേഷൻസും ഒന്നും ഇല്ലായിരുന്നു. അപ്പം അത് ആൾക്കാർ തന്നെ നമ്മളോട് OP-യിൽ വന്ന് പറയാറുള്ളൊരു കാര്യം. അതായത് ഞങ്ങൾ കോവിഡ് സമയത്ത് ഞങ്ങൾക്ക് ആസ്മാറ്റിക് ആയിട്ട് ഇൻഹേലേഴ്സ് എടുത്തുകൊണ്ടിരുന്നവർക്ക് വലിയ ഫ്ലെയറപ്സ് ഇല്ല. അപ്പോൾ ഈ പൊടിയുള്ള അറ്റ്മോസ്ഫിയറിലൊക്കെ പോകുമ്പോൾ മാസ്ക് വെക്കുന്ന കാര്യം നമ്മൾ പേഷ്യൻസിനോട് നമ്മൾ പറയും. ഇപ്പോൾ എന്തോ മാസ്ക് വെച്ചാൽ ഈ ആൾക്കാരൊക്കെ ഞങ്ങളോട് എന്തോ ചോദിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു അവനവൻ്റെ ആരോഗ്യം അവനവൻ ഒരു പ്രയോറിറ്റി ആയിട്ട് തന്നെ എടുക്കേണ്ട പ്രൊട്ടക്ഷൻ എടുക്കുവാണെങ്കിൽ ഈ മരുന്നിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാനും അതുപോലെ കംപ്ലീറ്റ്ലി ഇൻഹേലേഴ്സ് ഒക്കെ നിർത്താനും നമുക്ക് സാധിക്കുന്നതാണെന്നും എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ പ്രിവെൻഷൻ ആസ്പെക്റ്റിൽ ഇമ്പോർട്ടന്റ് ആണ് പുകയടുപ്പ് ഉപയോഗിക്കുന്നത്. എസ്പെഷ്യലി സ്ത്രീകളായിട്ട് ഉപയോഗിക്കുന്നവർ ഗ്യാസ് അടുപ്പിലേക്ക് മാറി കൂടുതൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നമുള്ളവർ ഒഴിവാക്കാനാവാത്ത ജോലികൾ മാസ്കും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാനുള്ളതും പിന്നെ ഇൻഹേലറിന്റെ ടെക്നിക്ക് കൃത്യമായിട്ടാണോ ഉപയോഗിക്കുന്നത് ഒരു ഡോക്ടറോട് നിർദ്ദേശത്തോടെ ചെക്ക് ചെയ്യാന്നുള്ളതും അതിന്റെ കംപ്ലയൻസ് എങ്ങനെയാണ് എന്നുള്ള ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യുന്നതും പിന്നെ വീട്ടിലുണ്ടാവുന്ന ഇൻഡോർ പൊല്യൂഷൻ കുറയ്ക്കത്തക്ക രീതിയിലുള്ള മെഷേഴ്സ് ഫോളോ ചെയ്യുക. പിന്നെ കോൺസ്റ്റന്റ് ട്രിഗേഴ്സ് ആയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും പാറ്റ, മൂട്ട അതുപോലുള്ള ഓർഗാനിസമുകൾ വീട്ടിലുണ്ടാവുന്നതിനെ തുരത്തുന്ന മെഷേഴ്സ് എടുക്കേണ്ടതും പിന്നെ അതുപോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ഇൻഹേലർ സ്ഥിരമായി തുടരേണ്ടതും ഒക്കെ വളരെ ആവശ്യകരമായ കാര്യമാണ്. അതോടൊപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസോടാണ്. ഒബീസിറ്റി, അമിതവണ്ണവും ആസ്മ പോലത്തെ അസുഖങ്ങളും തമ്മിൽ ഒരു വളരെയധികം അടുത്ത ബന്ധമുണ്ട്. അമിതവണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും സ്ട്രെസ്സും ഒക്കെ കൂടുന്നതനുസരിച്ച് ഇത്തരം പ്രശ്നങ്ങൾ വളരെ വേഴ്സനായിട്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി ഒബീസിറ്റി ഉള്ള പേഷ്യൻസിൽ ഇൻഹേലർ ഉപയോഗിക്കുന്നതോടൊപ്പം അവർ ട്രിഗേഴ്സ് അവോയ്ഡ് ചെയ്യുന്നതോടൊപ്പം അവരവരുടെ എക്സസൈസും കൂടെ കൊണ്ടുപോയി ആ വണ്ണം കൂടെ കുറച്ചെങ്കിൽ മാത്രമേ പേഷ്യൻസ് ഇപ്പോൾ നമ്മളോട് ചോദിക്കത്തില്ലേ ഞങ്ങൾക്ക് എന്നാ ഇൻഹേലർ നിർത്താൻ പറ്റുന്നത്, ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ നമ്മുടെ മരുന്നിനോടൊപ്പം അവരുടെ സൈഡിൽ നിന്നും ഒരു എഫേർട്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഒരു ഇതാണ് GERD, ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ്. അതുപോലെ തന്നെ സാറ് പറഞ്ഞ പോലെ നമുക്ക് ഇൻഡോർ പൊല്യൂഷനിൽ നമ്മുടെ അഗർബത്തീസ് അതുപോലെ തന്നെ മോസ്കിറ്റോ കോയിൽസ് നമ്മൾ ഒത്തിരി പേര് വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. സോ അലർജി ഉള്ളവർ ഇങ്ങനത്തെ ആസ്മ ഉള്ളവരൊക്കെ കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അങ്ങനത്തെ ഈ ഇടയ്ക്ക് വാക്സിനെ കുറിച്ച് പറഞ്ഞു, അതിനെക്കുറിച്ച് കൂടുതലൊന്ന് പറയാം. വാക്സിൻ പ്രധാനമായും നമ്മുടെ മെയിനായിട്ട് നോക്കുമ്പോൾ TB പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള ഒരു വാക്സിൻ BCG വാക്സിൻ നമ്മളെല്ലാവർക്കും അറിയാം. കൊച്ചുകുട്ടികളിൽ നിയോനേറ്റൽ മെനിഞ്ചൈറ്റിസും സിവിയർ ന്യൂമോണിയയും പ്രിവെന്റ് ചെയ്യുന്നതിന് BCG വാക്സിനാണ് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു വരുന്നത്. അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർക്ക് രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ പണ്ട് ഒരു അസുഖം വന്ന് ശരീരം അതിനെ പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിലും ആ അസുഖം തിരിച്ചു വരാനുള്ളൊരു സാധ്യത എപ്പോഴും ബാക്കിയായി നിൽക്കുന്നു. അപ്പൊ അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുകയും അതിന് കൃത്യമായിട്ട് ചികിത്സ എടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. 2 ആഴ്ചയിൽ കൂടുതൽ ചുമ നിൽക്കുന്നുണ്ട്, കഫക്കെട്ടോട് കൂടിയ ചുമയുണ്ട്, എക്സ്റേയിൽ അതിൻ്റെതായ പാച്ച് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതും ആ പേഷ്യൻ്റ് സ്വയം ഐസൊലേറ്റ് ചെയ്ത് ബാക്കിയുള്ളവരിലേക്ക് ഇൻഫെക്ഷൻ പകരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ്. അതുപോലെ തന്നെ COPD, ആസ്മ തുടങ്ങിയ അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ടും നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും വൈറൽ ഇൻഫെക്ഷൻസുമാണ് എക്സാസർബേഷന് കാരണമാണ്. അപ്പം ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എസ്പെഷ്യലി 65 വയസ്സിന് ശേഷമുള്ളവർ പുതിയ വാക്സിൻസ് PCV20 അല്ലെങ്കിൽ ഒരു ഡോസ് എടുത്തവർക്ക് ഒരു 5 വർഷം കഴിയുമ്പോൾ PPSV23 എന്നുള്ള 2 വാക്സിൻ എടുക്കുന്നത് വഴി ഒരുപാട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനും പല സ്ട്രെയിൻ കൊണ്ടുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസിനുള്ള വാക്സിൻ, പെർട്ടൂസിസ്, ടെറ്റനസ്, TDAP വാക്സിൻ, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ വാക്സിൻ, ഈ വാക്സിനുകൾ പ്രധാനമായും എടുക്കേണ്ടത് അത്യാവശ്യം. എനിക്കൊന്ന് വാക്സിനെ പറ്റി ഒരു പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റി വളരെ നന്നായിട്ട് മനസ്സിലാക്കുകയും അത് ചോദിച്ചു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കോവിഡ് വന്ന ആ ബ്രേക്കിൽ കോവിഡ് വാക്സിന്റെ കുറച്ച് സൈഡ് എഫക്ട്സ് മൂലം ഫ്ലൂ വാക്സിനേഷൻ ഒക്കെ എടുക്കാൻ വിമുഖത കാട്ടുന്ന പേഷ്യൻസും ഒത്തിരി ഉണ്ട് ഇല്ലേ? അങ്ങനെ OP-യിൽ പേഷ്യൻസ് വരാറുണ്ട്. അപ്പൊ അവരോടൊക്കെ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കണ്ടേ? കോവിഡ് വാക്സിന്റെ ബൂസ്റ്റർ ഡോസസ് ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർക്ക് അടുത്തൊരു ഇൻഫെക്ഷനും ന്യൂമോണിയയും ഒരു എക്സാസർബേഷനും ഉണ്ടാവാതെ തടയുന്നതിന് സഹായകരമാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്.
അതുമാത്രമല്ല ഇൻഫ്ലുവൻസ, ന്യൂമോക്കോക്കൽ വാക്സിൻ അതൊക്കെ വർഷങ്ങളായി നമ്മുടെ ഫീൽഡിലുള്ളതാണ്. ഗൈഡ് ലൈൻസും എല്ലാം വളരെ എല്ലാം പ്രൂവൺ ആയിട്ടുള്ള ഒരു ഇതാണ് ആക്ച്വലി. വാക്സിൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊരു ഭയമുണ്ട് കോവിഡിന് ആ ഒരു ഭയത്തിന്റെ ശേഷം. ആവശ്യമില്ല. കാരണം ചെറിയ കുട്ടികൾ 6 മാസം പ്രായമുള്ള കുട്ടികൾക്ക് വരെ സെയിം വാക്സിനാണ് കൊടുക്കുന്നത്. ഈ ലങ് ക്യാൻസർ റിസ്ക് ഉള്ള പേഷ്യൻസിനെ എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യാം, അവർക്ക് ലങ് ക്യാൻസറിന്റെ ഏർലി ഡിറ്റക്ഷൻ ആയിട്ട് എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്? ബേസിക്കലി ഇപ്പോഴത്തെ ഈ എയർ പൊല്യൂഷൻ്റെ ലെവൽസ് കൊണ്ടും ഈ ഇൻഫെക്ഷൻസ് ഒക്കെ മാറി മാറി വരുന്നതുകൊണ്ടും പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷൻസിൻ്റെ അളവിൽ നമ്പേഴ്സിനൊരു ഇൻക്രീസ് തന്നെ നല്ല കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം പേഷ്യൻസും ഇതിനെപ്പറ്റി വളരെ ബോധവാന്മാരുമാണ്. അപ്പം ഇപ്പോൾ പറഞ്ഞ ഈ സിംറ്റംസ് എല്ലാം വളരെ ഓവർലപ്പിംഗ് ആയിട്ട് ലങ് ക്യാൻസറിൽ സംഭവിക്കാം ഇല്ലേ? ചുമയും അതുപോലെ ശ്വാസം മുട്ടലും, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് വിശപ്പില്ലായ്മയും അതുപോലെ ഭയങ്കരമായ ക്ഷീണവും. ഇതൊക്കെയാണ് സാധാരണ ക്യാൻസറസ് ആയിട്ടുള്ള പേഷ്യൻസിന് ഉണ്ടാകുന്ന സിംറ്റംസ്. അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് സ്മോക്കിംഗ് മാത്രം ആകണം നിർബന്ധമില്ല. ഹൗസ് വൈഫായിട്ടുള്ള മറ്റ് ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ 42-43 വയസ്സിൽ ലങ് സിയെ പെട്ടെന്നൊരു ചുമയിൽ ഡിറ്റക്റ്റഡ് ആവുന്ന കേസുകളുണ്ട്. 30-ാം വയസ്സിൽ ഉള്ള ഒരു പയ്യൻ, എൻ്റെ അടുത്ത് റീസെൻ്റ്ലി വന്നൊരു പയ്യനുണ്ട്. ആ പയ്യന് ലങ് ക്യാൻസർ അറിയാതെ പോയി ബ്രെയിനിലോട്ട് മെറ്റസ്റ്റാസിസ് ആയിട്ടുള്ള കേസുണ്ട്. അപ്പം ഇതൊന്നും, അതായത് നമ്മൾ ഈ പണ്ട് പറഞ്ഞ പോലെ സ്മോക്കിംഗ് ലങ് ക്യാൻസർ എന്നതിനേക്കാൾ ഉപരി ഒരു മാറി വരുന്ന ഫുഡ് ഹാബിറ്റ്സും പൊല്യൂഷനും ലങ് ക്യാൻസറിനെ ഒത്തിരി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ സിംറ്റംസിനെ പറ്റി പേഷ്യൻസിന് ഒരു പരിധി വരെ, ഐ തിങ്ക് മലയാളി സമൂഹത്തിന് ഒരു പരിധി വരെ അവർക്കൊരു ഐഡിയ ഉണ്ട്. അപ്പം നമ്മുടെ അടുത്ത് ഒരു പേഷ്യൻ്റ് വന്ന് ഈ ഒരു വിവരം പറയുമ്പം നമ്മളത് അവരെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അവരെ ആദ്യം ഒരു എക്സ്റേയിലാണ് നമ്മൾ ആദ്യം അത് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഹൈ റിസ്ക് ഉള്ള ഫാമിലീസിൽ അതായത് ലങ് ക്യാൻസറിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ മറ്റ് ക്യാൻസറസ് ആയിട്ടുള്ള അസുഖങ്ങളുടെ ഹിസ്റ്ററി ഉള്ള പേഷ്യൻസിൽ നമുക്ക് ലോഡോ സി ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന റേഡിയേഷൻ്റെ അളവില്ലാതെ ചെറിയ അളവിൽ, കാരണം റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റേ എടുക്കാൻ പോലും വിമുഖത കാട്ടുന്ന പേഷ്യൻസിനെ നമ്മൾ ഒ പിയിൽ കാണാറുണ്ട്. അപ്പം അധികം ഡോസ് ഇല്ലാതെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലോഡോ സി ടി ഇയർലി എടുക്കുന്ന രീതിയിൽ, അതായത് ഹൈ റിസ്ക് ഉള്ള ഫാമിലീസിൽ ഉള്ള പേഷ്യൻസിന് നമുക്ക് അങ്ങനെ എടുത്ത് വളരെ ഏർലി ആയിട്ട്, ചെറിയ നൊഡ്യൂൾ വരെ വളരെ ഏർലി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതിനൊക്കെ ആക്ച്വലി ഒരു ഡോക്ടറുടെ അടുത്ത് നിന്ന് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഒരു ലങ് ചെക്കപ്പ് നമ്മുടെ ഭാഗത്ത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അതിൻ്റെ ടൈം കണ്ടുപിടിക്കണം. അതുതന്നെയാണ് ഈ ഒരു തീമിൻ്റെ അല്ലേ, ലങ് ഹെൽത്ത് എന്നതിനെ അപേക്ഷിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ലങ് ചെക്കപ്പിന് നമ്മൾ മുന്നോട്ട് കടന്നു വരണം. നമ്മുടെ വിട്ടുമാറാത്ത ചുമ അല്ലെ മാസത്തിൽ ഒരു 5 ദിവസമുള്ള ചുമ എന്നുള്ളത് ഓവർ ദ കൗണ്ടർ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓവർ ദ കൗണ്ടർ ഓവർ ദ കൗണ്ടർ പോയി കഫ് സിറപ്പ് കൊണ്ട് മാറ്റാതെ, അല്ലെങ്കിൽ മറ്റ് സ്വന്തമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് വരുന്ന ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. ഒരു പ്രാവശ്യം ഡോക്ടറെ, എനിക്ക് വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ കഥ എന്താണെന്നറിയാമോ, വലിവായിട്ട് അല്ലെങ്കിൽ ആസ്മ പോലെ ഒരു ഇതായിട്ട് വന്നു. അപ്പം ഞാൻ ഒരു പ്രാവശ്യം എഴുതി കൊടുത്ത മരുന്ന് തന്നെ വർഷങ്ങളോളം റിപ്പീറ്റ് അടിച്ച് ആ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് റിപ്പീറ്റ് അടിച്ച് വരിക. പിന്നെ ഒരു പ്രാവശ്യം വന്നപ്പം എക്സ്റേ നോക്കിയപ്പം ഒരു മാസ് ലീഷനായി. അപ്പം നമുക്ക് ഒരു കൃത്യമായ ഫോളോ അപ്പ് വളരെ വളരെ അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഇതേ പേഷ്യൻസിന് ഒരു കൃത്യസമയത്ത് വിട്ടുമാറാത്ത ചുമയുള്ള പേഷ്യൻസിന് ഒരു CT സ്കാൻ എടുക്കുകയും ആ CT സ്കാനില് അതിനോടനുബന്ധിച്ച് നോഡിയോളോ കാണുന്നുണ്ടെങ്കിൽ അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ പേഷ്യന്റ് ഒരു ആനുവൽ ഫോളോ അപ്പ് അല്ലെങ്കിൽ 6 months ഫോളോ അപ്പ് അതിന്റെ സൈസ് അനുസരിച്ച് ഫോളോ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സംശയാസ്പദമായ നോഡ്യൂൾസ് അപ്രോച്ച് ചെയ്യാൻ, ബ്രോങ്കോസ്കോപ്പി വഴി അപ്രോച്ച് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പേഷ്യന്റിനോട് പറയുകയും അവരതിന് തയ്യാറാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇൻവേസീവ് പ്രൊസീജിയറുകൾ നമുക്ക് ഇന്റർവെൻഷന്റെ സഹായത്താൽ ഇത് ഏർലി ഡയഗ്നോസിസ് ചെയ്യാനും നമ്മളെ ഇത് സഹായിക്കും. പണ്ടത്തെ ഒരു ഇര എന്ന് പറഞ്ഞാൽ ക്യാൻസർ വന്നു, ചാപ്റ്റർ ക്ലോസ്, ആ ഒരു ഇരയിൽ നിന്ന് മാറി നമുക്ക് ഒത്തിരി മോഡേൺ മെഡിസിൻ ഒത്തിരി പുരോഗമിച്ചിട്ടുണ്ടെന്നും ആ ഒരു ബയോപ്സി ചെയ്യാൻ ഇപ്പോൾ ഡോക്ടർ ലിബിൻ പറഞ്ഞ പോലെ ബ്രോങ്കോസ്കോപ്പിക്കിലെ ഒത്തിരി ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ആ ബയോപ്സിയിലെത്തിയ ബയോപ്സിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് അല്ലേ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം 10 years ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് ലങ്സിയുടെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസ് ഉണ്ട്. സോ ദിസ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ലൈഫ് അല്ലേ. ഇത് ഒരു ലങ്സിയെ ഡിറ്റക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ലങ് ഡിസീസ് ഡിറ്റക്ട് ചെയ്യുന്നതോ ഒരു എൻഡ് സ്റ്റേജ് അല്ല. ഇതിനപ്പുറം ഒരു ലൈഫ് ഉണ്ട്, പ്രൊവൈഡഡ് നമ്മൾ കൃത്യമായ ഫോളോ അപ്പും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അല്ലേ. മറ്റുള്ള അവയവങ്ങൾ വ്യത്യസ്തമായി ലങ്സ് ഇത്ര വലിയൊരു അവയവമായതുകൊണ്ട് കൂടുതലും കേസസ് കൂടുതലും വൈകിയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ. അതിൽ ഏർലി ഡിറ്റക്ഷൻ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓക്കെ,
അതുപോലെ തന്നെ നമുക്ക് ഇന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് അഥവാ ILD. സോ ഇത് നമ്മൾ മെയിനായിട്ട് കണ്ടുപിടിക്കുന്നത് ഈ സിംറ്റംസ്, അതായത് നമ്മൾ പറഞ്ഞ ഈ സിംറ്റംസ് എല്ലാം ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസിനും ഉണ്ടാവും. എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു കോവിഡ് കഴിഞ്ഞ സമയത്ത് പലർക്കും പോസ്റ്റ് കോവിഡ് ഫൈബ്രോസിസും അതുപോലെ തന്നെ പല LDയും, അതിപ്പോൾ നമുക്ക് എക്സ്പോഷർ കൊണ്ടാവാം അല്ലാതെ ഉണ്ടാവുന്ന ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് ഭയങ്കര കോമൺ ആണ്. സോ അത് നമ്മൾ ഒരു CT തൊറാക്സ്, ഇപ്പോൾ നമ്മൾ ലങ് ക്യാൻസർ പറഞ്ഞ പോലെ തന്നെ CT തൊറാക്സ് മുഖേന അത് കണ്ടുപിടിക്കുകയും അതിൻ്റെ ഏർലി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെതായ അത് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ആ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസിന് ഒരു ഇൻവേസീവ് ഇന്റർവെൻഷൻ ചെയ്ത് ട്രാൻസ്ബ്രോങ്കിയൽ ബയോപ്സീസ് എടുക്കുകയും ബയോപ്സിയിലെ ലങ്ങിന്റെ ക്യാരക്ടർ എന്താണെന്ന് തിരിച്ചറിയും. അതിനനുസരിച്ച് സ്റ്റിറോയിഡ് മരുന്നുകൾ ആവശ്യമുള്ള കേസുകൾ അല്ലെങ്കിൽ റുമറ്റോളജിക്കൽ അസുഖമായിട്ട് ബന്ധമുള്ള കേസുകൾ സ്റ്റിറോയിഡ് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തക്കവണ്ണം നമ്മൾക്ക് ഒരു ബയോപ്സി വളരെയധികം സഹായിക്കും. ഇന്ന് ശ്വാസകോശ രോഗങ്ങൾക്ക് നൂതന ചികിത്സാ രീതികളും അതുപോലെ തന്നെ അത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളും ലഭ്യമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ അത് വിനിയോഗിച്ച് നമ്മുടെ ശ്വാസകോശത്തെ പരിപാലിക്കേണ്ടത് ആവശ്യമാണ്.